എപ്പോഴാണ് അല്ലെങ്കിൽ കുട്ടികൾ എന്തൊക്കെ തരം ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോഴാണ് ഒരു പീഡിയാട്രിക് ഒക്യുപേഷണൽ തെറാപ്പി കൺസൾട്ടേഷൻ എടുക്കേണ്ടതെന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു. ഒന്നാമതായി ഫൈൻ മോട്ടോർ സ്ട്രഗിൾസ്, അതായത് പെൻസിൽ പിടിക്കാൻ, ബട്ടൺസ് ഇടാൻ, കത്രിക ഉപയോഗിച്ച് പേപ്പർ കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. രണ്ടാമതായി സെൽഫ് കെയർ ഡിലേസ്, സ്വന്തമായി ഡ്രസ്സ് ചെയ്യാൻ, ടോയ്ലറ്റിൽ പോകാൻ, ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ ബുദ്ധിമുട്ട് കാണിക്കുക. മൂന്നാമത് സെൻസർ ഇഷ്യൂസ്, അതായത് ചെറിയ ശബ്ദം കേട്ട് കുട്ടികൾ പേടിക്കുക, ടച്ചും സ്മെല്ലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ അധികം സെൻസേഷൻ വേണമെന്ന് സീക്ക് ചെയ്യുക. നാലാമത് പുവർ കോർഡിനേഷൻ ഓർ ക്ലംസിനെസ്, അതായത് നിരന്തര വീഴ്ച, ബാലൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അഞ്ചാമതായി അറ്റൻഷണൽ ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ്, അതായത് കുട്ടികൾക്ക് വീട്ടിലും അല്ലെങ്കിൽ സ്കൂളിലോ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുക, പെട്ടെന്ന് തന്നെ ഇറിറ്റേറ്റ് ആവുക, ട്രാൻസിഷൻ ഹാൻഡിൽ ചെയ്യാൻ കഷ്ടപ്പെടുക. ഇതിൽ ഒന്നിൽ കൂടുതലോ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഒക്യുപേഷണൽ തെറാപ്പി കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. ഏർലി ഇന്റർവെൻഷൻ മേക്സ് ബെറ്റർ ഔട്ട്കം.